മാർച്ച് 8 ഇന്ന് വുമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് എത്ര സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സന്തോഷവതികളാണെന്ന് നമുക്ക് അറിയാമോ? ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും ഓരോ കുഞ്ഞുങ്ങളും, ഓരോ സ്ത്രീകളും, ഓരോ പുരുഷന്മാരും, ഓരോ കുട്ടികളും ഇന്ന് സമൂഹത്തിൽ മരണപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അത് പല വ്യക്തികളുടെ കയ്യാൽ, അല്ലെ ആക്സിഡൻ്റാൽ, പല രീതിയിൽ ആത്മഹത്യയാൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരാഴ്ചകളിൽ നമുക്ക് പേപ്പർ എടുത്ത് നോക്കിയാലും അല്ലെ മീഡിയയിലായാലും നമുക്ക് ന്യൂസ് കേൾക്കാനേ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ മാത്രവും, അല്ലെ കുട്ടികളെ കൂടെ പഠിച്ചവരെ മർദ്ദിച്ച് കൊല്ലുക, ഇതിങ്ങനെ കേട്ട് ശരിക്കും പറഞ്ഞാൽ മരവിച്ച് പോയി മനസ്സും ശരീരവും എല്ലാം. കാരണം അതിൻ്റെ ഒരു ദുഃഖം അനുഭവിക്കുന്ന ഒരമ്മയാണ് ഞാൻ. ഒരു 10 മാസമായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഷൈനിയുടെ വീടിൻ്റെ അടുത്ത് ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, അല്ലെ അവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, എല്ലാവരുമുണ്ട്. ഒരു വ്യക്തി, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു വിടുന്നത് ആ അച്ഛൻ്റെ അമ്മയുടെ ഭാരം ഒഴിയുക മാത്രമല്ല, അവളെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് ഏൽപ്പിക്കുക എന്നതുള്ളതാണ്. ആ ഭവനത്തിൽ ചെന്നിട്ട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ ചിലർ പിടിച്ചു നിൽക്കും, പഴയ തലമുറകളെല്ലാം പിടിച്ചു നിൽക്കും. അതിൻ്റെ ഇടയിൽ കുട്ടികളോടായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെന്ത് ത്യാഗവും സഹിക്കാൻ അവിടെ നിന്ന് കൊടുക്കുന്നു. അവർ തിരിച്ച് അവരുടെ ഭവനത്തെ, ഈ സ്ത്രീകളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഒരു ഷൈനിയുടെ അച്ഛനെയോ അമ്മയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ അച്ഛന് ഈ മകളെയും കുഞ്ഞു മക്കളെയും നോക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലായിരിക്കും. അഥവാ സാമ്പത്തിക സ്ഥിതി ഉണ്ടായാൽ തന്നെ അത് ആൺമക്കളോട് ചെറുതിലായിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു ബാധ്യത ഏറ്റെടുക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അതായിരിക്കും ഈ 9 മാസവും ആ ഭവനത്തിൽ നിന്നിട്ട് അവൾക്ക് പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു പ്രേരണ നൽകിയത്. ചിലപ്പോൾ ആ വീട്ടിൽ ആ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെ സഹോദരങ്ങളുടെയോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളായിരിക്കും. ഇവളുടെ എപ്പോഴിപ്പം ഞാനായാലും നമ്മുടെ വീടുകളിൽ ചെന്ന് നിൽക്കുമ്പം പറയും, നിന്നെ ഞാൻ വിവാഹം കഴിച്ച വീണ്ടും നീ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുവാൻ ഞങ്ങൾ ഇവിടേക്ക് വന്നു എന്ന്. അങ്ങനെയൊക്കെ കേൾക്കാനും പല സ്ത്രീകൾക്കും പറ്റാത്തത് കൊണ്ടും, പിന്നെ പ്രായം ചെന്ന മാതാപിതാക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടും, അല്ലെ ആങ്ങളമാർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആങ്ങള പെങ്ങൾ സ്നേഹമൊക്കെ അവിടെ അങ്ങ് തീരും. പിന്നെ നാത്തുമാരുടെ പോരായി, അല്ലെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നാത്തൂൻ്റെ കുത്തുവാക്കുകൾ കേൾക്കണം, അല്ലെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ, അവരും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള ഒരു പിന്നെ അവിടെ ഒരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഇതൊക്കെ ഒരു കുടുംബത്തിൽ പല പ്രോബ്ലങ്ങളും ഉണ്ടാവും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഷൈനിയുടെ വീടിൻ്റെ അടുത്ത് ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറയുന്നു അവിടെ വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ അധികാരത്തിൽ ഇരിക്കുന്നവരോട് ഞാനൊന്ന് പറയുന്നു, കുടുംബശ്രീ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ പഞ്ചായത്ത് ത്രൂ നമ്മൾ നടത്തുന്നുണ്ട്. ഇവൻ ഹരിതകർമ്മ സേനക്കാർ എല്ലാ മാസവും ഭവനങ്ങളിൽ വന്ന് പ്ലാസ്റ്റിക് എടുക്കും. അതേപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ 2-3 കൗൺസിലറെ വെച്ച് ആഴ്ചയിൽ ഒരിക്കലോ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ ഭവനങ്ങളിൽ ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകളൊന്ന് മനസ്സിലാക്കുവാനോ അവരുടെ കാര്യങ്ങളൊന്ന് തിരക്കിയിട്ട് അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അത് കുടുംബശ്രീയിൽ റിപ്പോർട്ട് ചെയ്യും. അതിലൂടെ അത് ഗവൺമെൻറ്റിനെ എത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും, അല്ലെ ആ ഗാർഹിക പീഡനത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങളുടെ ഔദാര്യത്താൽ, ഞങ്ങളുടെ വോട്ടിനാൽ ഓരോ വ്യക്തികളും ഇന്ന് ഈ കസേരയിൽ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു IAS ഉദ്യോഗസ്ഥനെ പോലെയോ ഒരു പോലീസുകാരെ പോലെയോ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് പല എക്സാമുകൾ എഴുതി കയറി പറ്റിയവരല്ല. സാധാരണ ഇവിടുത്തെ ജനങ്ങളുടെ ഔദാര്യത്താലാണ്
നിങ്ങളുടെ ഓരോ കസേരയും എന്ന് നിങ്ങൾ വിചാരിക്കണം. ആ കസേര വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. അതിനാണ് ഈ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങളെ സേവിക്കുക, സ്ത്രീകളെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കുക, സ്ത്രീകളോട് കാരുണ്യം കാണിക്കുക, അവരുടെ കഷ്ടപ്പാടുകളിൽ അത് കണ്ടറിഞ്ഞ് ഗവൺമെൻറ് പ്രവർത്തിക്കുക. ഒരു കൗൺസിലർ, ഒരു പഞ്ചായത്തിൽ 2-3 കൗൺസിലറെ വെച്ച് ഓരോ ഭവനത്തിലും ഓരോ മാസത്തിൽ ചെന്ന് അവരുടെ വിവരങ്ങൾ ചോദിക്കുകയും അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് അത് സംസാരിച്ച് ഒത്തുതീർപ്പാൻ പറ്റാത്ത കാര്യങ്ങൾ അത് പഞ്ചായത്തിൽ അറിയിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എത്രയോ ഭവനങ്ങളാണ് വിദേശത്തുള്ളവരെയൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഭവനങ്ങളെ ഏറ്റെടുത്ത് ഒരു അമ്മക്കിളിക്കൂട് പോലെ അവരെ അതിജീവിപ്പിച്ച് അവർക്ക് വേണ്ടുന്നതായിട്ട് ചെറിയ തൊഴിലുകൾ കൊടുത്ത് അതിലൂടെ പുനരധിവസിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ? ഈ വനിതാ ഡേയിൽ ഞാൻ പറയുന്ന ഒരു അഭ്യർത്ഥനയാണ്. എന്നോടൊത്ത് ഇതിന് സപ്പോർട്ട് നിൽക്കുന്നവരെല്ലാം, ഇതിനെ ആഗ്രഹിക്കുന്നവരെല്ലാം, ഇങ്ങനൊരു ഉദ്യമനം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാപ്പി വുമൻസ് ഡേ.